ഗോകുമാർ സാർ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഊഴം ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ ഡിസംബർ മുതൽ തന്നെ ലോകം മുഴുവൻ കാതോർക്കുകയായിരുന്നു ട്രംപിന്റെ ഓരോ വാക്കുകൾക്കും വളരെ ശ്രദ്ധയോടെ. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഈ 6 മണിക്കൂറിനുള്ളിൽ 80 എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, അതും പലതും ജോ ബൈഡൻ ഭരണകൂടത്തിന് തിരുത്തിക്കൊണ്ടും പലതും മാറ്റിക്കൊണ്ടും രംഗത്ത് വന്നിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ലോകത്തിന്റെ ഒരു സമയക്രമം തന്നെ മാറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചുരുക്കത്തിൽ റിപ്പോർട്ടിൽ കണ്ടതും ആമുഖമായി പറഞ്ഞതും എന്താണ് സാർ തുടക്കത്തിൽ പറയാനുള്ളത്? ഇത് എന്തിന്റെ തുടക്കമാണ്? ഇവിടെ റിപ്പോർട്ടിൽ കണ്ടത് ആമുഖമായി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ മാൻഡേറ്റിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടെടുത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ച ഓരോ കാര്യവും അമേരിക്കൻ ജനതയുടെ പിന്തുണ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച് അതിലെ മാൻഡേറ്റ് കിട്ടി അതനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ മുഴുവൻ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വന്നിട്ടില്ല, ഇനിയും വരാനുണ്ട്. അതെല്ലാം ട്രംപിൻ്റെ ഡിക്ലെയർഡ് പോളിസീസാണ്, അദ്ദേഹത്തിൻ്റെ അഷുറൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധവുമാണ്. അതിൽ നിന്ന് അദ്ദേഹം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് മറ്റ് രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അവരവരുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ദേശീയത ഉണർത്താൻ പറ്റും. മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഒരുപാട് താഴോട്ട് പോയി. ആ സാഹചര്യത്തെ മാറ്റിയെടുത്ത് അദ്ദേഹം ട്രംപ് പറയുന്ന പോലെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഇതിലേക്കെല്ലാം വഴിതെളിയിച്ച്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നയവും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ളതാണ്. അത് തൊഴിലവസരമായാലും വ്യവസായവൽക്കരണമായാലും കാലാവസ്ഥ ഉടമ്പടി ആയാലും ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ പൗരത്വത്തിൻ്റെ കാര്യം പറയുമ്പോഴും, കാരണം അവിടെ അദ്ദേഹം വളരെ നേരത്തെ ഡിക്ലെയർ ചെയ്തതിന് സംഭവിക്കാൻ പോകുന്നത് ഹ്യൂജ് ഡിപ്പോർട്ടേഷനാണ്. കാരണം ഇല്ലീഗലായിട്ട് കയറിയ ആൾക്കാർ എണ്ണത്തിൽ വളരെ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ആ കണക്കുകളൊക്കെ ശരിയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മെക്സിക്കോയിൽ അദ്ദേഹം കെട്ടിയ വാള്, ആ മതിൽ, അത് ഒരു പരിധിവരെ അദ്ദേഹം പൂർത്തിയാക്കി. ഇനി പൂർത്തിയാക്കാനുള്ളതും കൂടി അദ്ദേഹം പൂർത്തിയാക്കും. കാരണം ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ വലിയ പ്രോബ്ലംസ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ചിലവാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇതിനാണ് പോകുന്നത്. അപ്പോൾ അമേരിക്കൻ എക്കണോമിക് ഇൻട്രസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ, അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് ഇതെങ്ങനെ ബാധിക്കും? അതിൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലെ പൗരന്മാരാരാകണമെന്ന് തീരുമാനിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ട്, നമ്മൾ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ പാരീസ് ഉടമ്പടിയുടെ കാര്യത്തിൽ, പാരീസ് ഉടമ്പടി വേണ്ട എന്ന് വയ്ക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെല്ലാം അനുഭവിക്കാനാണ്. അദ്ദേഹം പറയുന്നത് ഒരു തമാശയാണെന്നാണ്. അല്ല, കാലാവസ്ഥാ വ്യതിയാനം യാഥാർത്ഥ്യമാണ്. അമേരിക്ക മാനുഫാക്ചറിങ് ജയൻ്റായി വീണ്ടും വന്ന് ഒരു വലിയ ലോകശക്തി ആയില്ലെങ്കിൽ ചൈനയുടെ പിറകിൽ താമസിയാതെ പോകുമെന്നുള്ള ഭയവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അമേരിക്കയെ സാമ്പത്തികമായിട്ട് ഉയർത്തുക മാത്രമല്ല, ലോകത്തിലെ തന്നെ വീണ്ടും തുടരുന്നൊരു സാമ്പത്തിക ശക്തിയായി മാറണമെങ്കിൽ അമേരിക്കയ്ക്ക് മാനുഫാക്ചറിങ് വേണം, ഇൻഡസ്ട്രി വളരണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓയിലിൻ്റെ കാര്യം, അറ്റ്ലാന്റയുടെ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എണ്ണയും എനർജിയും എല്ലാം കുഴിച്ചെടുത്തോളാനാണ് പറയുന്നത്. അതുണ്ടാക്കുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം അധികം ബോധേഡല്ല. മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് വിദേശ നാണയം ചെലവഴിപ്പിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യം വളരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ നാരോഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇത് ലോകത്തിനെ ബാധിക്കും. കാലാവസ്ഥ വ്യതിയാനം തീർച്ചയായിട്ടും ബാധിക്കും. ഇല്ലീഗൽ ഇമിഗ്രേഷൻ പറയുന്നതിനകത്ത് കുറച്ച് ന്യായം കാണും. പക്ഷേ അതോടൊപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, പനാമ കനാലിൻ്റെ കാര്യം, അത് ഇന്നലത്തെ പ്രസംഗത്തിൽ അത് എടുത്തു പറഞ്ഞാണ്. ചൈനക്കാരാണിപ്പോൾ അത് കൺട്രോൾ ചെയ്യണം, അത് ഞാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളിങ്ങനെ തിരിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. മറ്റ് രാജ്യങ്ങളുമായിട്ട് സംഘർഷം വരാനുള്ള സാധ്യതയുണ്ട്. ബ്രിക്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ റഷ്യയുമായിട്ടും അതോടൊപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ട്, ബ്രിക്സിലെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അപ്പോൾ അങ്ങനെയുള്ള സൗത്ത് ആഫ്രിക്ക, ആ രാജ്യങ്ങൾക്കൊരു വാണിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നു.